അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ വാചകത്തിനകത്ത് അതുണ്ട്. അത്തരം കാര്യങ്ങളിൽ പാർട്ടിയിലേക്ക് ആരെ എടുക്കണം, പ്രത്യേകിച്ച് ഒരു മുന്നണിയിലേക്ക് ഒരു പുതിയ പാർട്ടി എടുക്കുക, ഒരു വ്യക്തിയല്ല. തൃണമൂൽ കോൺഗ്രസ് ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയെ UDF എടുക്കണോ എന്നുള്ളത് UDF നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും അത് സമയം വരുമ്പോൾ ആ ഒരു തീരുമാനം എടുക്കും, യാതൊരു സംശയവും. അതെ, പുക ഉണ്ടാവില്ല അല്ലേ, അങ്ങനെയാണല്ലോ പഴയതല്ലേ. പക്ഷെ അടുത്ത കാലത്ത് കുറേ കാര്യങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ആ ഒരു മാജിക് ഉണ്ട്. തീയില്ലാതെയും പുക ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനകത്ത് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളതിലെടുത്തു. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, കുറച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ AICCക്ക് അനുവാദം കൊടുക്കണം, കുറച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ KPCക്ക് അനുവാദം കൊടുക്കണം. നിങ്ങൾ AICCയുടെ തീരുമാനം രാവിലെ ഒരു ചാനൽ പ്രഖ്യാപിക്കും, ഉച്ചയ്ക്ക് വേറൊരു ചാനൽ പ്രഖ്യാപിക്കും, വൈകുന്നേരം എത്തുമ്പോഴേക്ക് വേറൊരു തീരുമാനം AICC പറഞ്ഞതായിട്ട് പറയും. അപ്പോൾ അവർക്കൊരു അവസരം കൊടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് ഇക്വേഷൻസിലൊക്കെ ഇപ്പം പറഞ്ഞു വരുന്നതല്ല, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു, രാഷ്ട്രീയകാര്യ സമിതിയിലെ ചർച്ചയാണ്. അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ചയാണ്. അത് ഞങ്ങൾ മാധ്യമങ്ങളോട് പറയേണ്ട. രാഷ്ട്രീയകാര്യ സമിതിയിൽ ചർച്ച നടക്കാറുണ്ട്, പക്ഷെ ആരോഗ്യകരമായ ചർച്ചയാണ് നടക്കാറ്. ആ ചർച്ച പുറത്തു പോയതിനെ കുറിച്ചൊരു അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, ചർച്ചയാണ് പുറത്തു പോയത്, ഞാൻ അംഗീകരിക്കേണ്ടി വരുമല്ലോ. അത് അങ്ങനെ യാതൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നിട്ട് ഞങ്ങളത് അന്വേഷണം പ്രഖ്യാപിക്കും. മാധ്യമങ്ങൾ ഓരോന്ന് പറയാം, നിങ്ങൾ പറയുന്നതിനായിട്ട് KPC അന്വേഷണം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കും. അതിൻ്റെ ഒരു കാര്യമില്ല. കാരണം യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമല്ലോ. ജില്ലയിലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞല്ലോ, ഏതോ ഒരു മാധ്യമ പ്രവർത്തനം പറഞ്ഞത് പ്ലാൻ 63 എന്ന് പറയുന്നത് ഞങ്ങളുണ്ടാക്കിയതാണ്, അതായത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ കണ്ടതാണ് ആരോഗ്യ മാധ്യമ പ്രവർത്തനം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ കാര്യങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായി ചെയ്യും. അതിനകത്ത് ഏതാണ് ആവശ്യം ആ ആവശ്യം ചെയ്യും. അതിനൊന്നും ആരും എതിരാവില്ല. എല്ലാവരും, ഞാൻ പറഞ്ഞത്, ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ വികാരം അതാണ്. ഒരു ഗവൺമെൻറ് പുതിയുണ്ടാണ്, അത് ആ വികാരം ഉൾക്കൊള്ളുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനോടൊപ്പം. രാഷ്ട്രീയകാര്യ സമിതിയിൽ കോൺഗ്രസിനകത്ത് KPCC പുനഃസംഘടനമായി ഒരുപാട് വാർത്തകൾ വരും. അത്തരം കാര്യങ്ങളിലൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കുക. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും സംസ്ഥാനത്തിൻ്റെ നേതൃത്വം മാത്രമെന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹൈക്കമാൻഡിന് തീരുമാനിക്കാതെ എപ്പോൾ നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ള കാര്യം. ഏറെക്കാലമായിട്ട് മാറ്റി നിർത്തപ്പെട്ട പഴയകാല നേതാക്കന്മാരെയൊക്കെ പുതുതായിട്ട് കൊണ്ടുവന്ന് ഭാരവാഹികളാക്കാനൊക്കെ അങ്ങനെയൊക്കെ ഒരു നീക്കം നടത്തുന്നുണ്ടോ? അല്ല, കോൺഗ്രസിനകത്ത് എല്ലാവരും തിരിച്ചു വരാൻ തന്നെയാണ് നമ്മുടെ അഭിപ്രായം. എല്ലാ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തേക്ക് ഇന്ന് മറ്റു പാർട്ടിയിൽ നിന്ന് പോലും ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് മുൻകാലങ്ങളിലുള്ളവരൊക്കെ വരുന്നതിനൊന്നും നമ്മളാരും എതിരല്ല. മാത്രമല്ല, അത്തരം കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ പരിശോധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പുനഃസംഘടന ഉണ്ടാവും. പാർട്ടിക്കകത്ത് പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നു. മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞു, ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് മറ്റു കാര്യങ്ങളിലൊക്കെ പുനഃസംഘടന കോൺഗ്രസിനകത്തൊരു പ്രക്രിയയായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ബ്ലോക്കുകളിലും ഏതാണ്ട് 90% കഴിയും, 10% മാത്രമേ ബ്ലോക്ക് കമ്മിറ്റി പുനഃസംഘടനയും നടക്കാനുള്ളൂ. പ്രതിപക്ഷ നേതാവും നിങ്ങളൊക്കെ കൂടിയാലോചിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതാണ് ഇപ്പോൾ അവസാനം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്. അതിലെന്താ തർക്കമുള്ളത്? KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒക്കെ തീരുമാനിച്ച് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ മലയോര ജാഥ വിജയിപ്പിക്കാനുള്ള ഏറ്റവും ശ്രമത്തിലാണ്. അപ്പോൾ അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ അതിലൊറ്റക്കെട്ടായിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഈ സ്വാഭാവികമായിട്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ചേരികൾ ഉണ്ടാവാറുണ്ട്, ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രത്തിനിടയിൽ എനിക്ക് ഒരു 80 മുതൽ KC പ്രവർത്തനം നടത്തി തുടങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. 44 വർഷമായി. അതിനിടയിൽ ഏറ്റവും നല്ല അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. കോൺഗ്രസിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കറിയാവുന്ന സാഹചര്യത്തിൽ KPCCയിലേക്ക് നടന്ന മത്സരം, അതിനുശേഷമുണ്ട് ശ്രീ K കരുണാകരൻ, ആൻ്റണി തമ്മിൽ നേതൃത്വം നിൽക്കുമ്പോഴുണ്ടായ ചേരിതിരിവ്, അതൊക്കെ വളരെ രൂക്ഷമായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിരുന്നെങ്കിലും ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ പാർട്ടി ഒരുമിച്ച് പോകുന്ന അന്തരീക്ഷമാണുള്ളത്. PD സതീശൻ വെച്ച നിർദ്ദേശത്തെ ടി അനിൽകുമാർ MLA തടഞ്ഞു. അതായത് അത് പാർട്ടിയിൽ ആലോചിക്കാതെയാണ് ആ സംഭവം എന്നാണ് വന്നത്. എന്താണ് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം? രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരു തർക്കമുണ്ടായി. ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ നേതൃത്വം ആരോ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി കൂട്ടുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെയും അകത്ത് കയറ്റിയിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നതോ
ഒരുപാട് വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് KPC പ്രസിഡന്റ് ഒറ്റ വാചകത്തിലാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാണ്. അതിനകത്ത് ഉണ്ടായിട്ടുള്ള ബാക്കിയുള്ള എല്ലാം നിങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്, മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഒരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ നാട് ചുറ്റിക്കറങ്ങി വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. യഥാർത്ഥത്തിൽ രാഷ്ട്രീയകാര്യ സമിതിയുടെ കാര്യത്തിൽ സംഭവിച്ചതാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ രാഷ്ട്രീയകാര്യ സമിതി പല പ്രാവശ്യം കൂടിയിട്ടുണ്ട്, അപ്പോഴൊന്നും അങ്ങനെ വാർത്ത വന്നിട്ടില്ല. ഇവിടെ പേരെടുത്ത് പറഞ്ഞ വാക്കുകൾ വെച്ചാണ് വാർത്ത വന്നത്. VD സതീശൻ നിങ്ങൾ ആരാണ് എന്ന് AP അനിൽകുമാർ ചോദിച്ചു എന്നാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ശൈലി, എൻ്റെ ഒരു ഭാഷ, എൻ്റെ ഒരു സ്വഭാവം, ഞാൻ സംസാരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ അത്ര ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങളുമായി ചേർത്ത് എൻ്റെ നാവും തുമ്പിൽ ചേർത്ത് വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ ആളുകൾ വിശ്വസിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും എനിക്ക് ചേർന്നതല്ല, എൻ്റെ ശൈലിക്ക് ചേർന്നതല്ല. പക്ഷേ അത്തരത്തിൽ മാത്രമല്ല, അതിനപ്പുറത്ത് വന്ന് മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി, വൈകുന്നേരം അന്തിച്ചർച്ചയായി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയും ചർച്ച ചെയ്യാനുള്ള വേദി തന്നെയാണ്. അതിനകത്ത് വളരെ വിവിധ തരത്തിലുള്ള ചർച്ച നടക്കും, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് കോൺഗ്രസ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കുക. അപ്പോൾ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയും. ഒരേ അഭിപ്രായമാണ് ഈ പ്രശ്നമില്ലല്ലോ, അതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതിലേതാണ് നല്ലത് എന്ന് പരിശോധിച്ചാണ് പിന്നീട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുക. പക്ഷെ തനിക്ക് നേരെ വിമർശനം ഉണ്ടായി എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് തന്നെ കൊച്ചിയിൽ സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, വ്യത്യസ്ത കാര്യങ്ങളുണ്ടാവും, അത് പറയും. അതിനകത്ത് ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളും, എല്ലാവരും കൂടി തീരുമാനിക്കും. അത് പിന്നെ വിമർശനം ഉണ്ടാവും. മുമ്പ് വിമർശനം ഉണ്ടായിട്ട് കേരളത്തിൽ K കരുണാകരനെതിരെ വിമർശനം ഉണ്ടായിട്ടില്ലേ, ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവില്ല, നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു വിമർശനം ഉണ്ടാവും. പക്ഷേ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പരസ്പരം വലിയ ഒരു പോരാട്ടത്തിൻ്റെ തലത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. മാത്രമല്ല, നിങ്ങളെന്താ പറഞ്ഞത്, ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല, KPC പ്രസിഡന്റും VD സതീശനും ഒരുമിച്ച് പത്രസമ്മേളനം നടത്തിയില്ല, അത് വലിയ അകൽച്ചയാണ്. നിങ്ങൾ കണ്ടില്ലേ ഇന്നലെ പത്രങ്ങളിൽ മുഴുവൻ എന്താ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ അവർ പത്രങ്ങളോട് ഒരുമിച്ച് സംസാരിച്ചു, ഒരുമിച്ച് കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ഒരു ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഞാനതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും കോൺഗ്രസ് ഒറ്റക്കെട്ടായി പോകുന്ന സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം. അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയം കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവർ കുറേ 10 വർഷമായി അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാറ്റാനുള്ള അവസരമാണ്. നിങ്ങളെല്ലാം പറഞ്ഞു വെച്ചു, ഒരു ഗവൺമെൻറ് വരുന്നതിന് ഞാനെതിരാണ് എന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ പറഞ്ഞു വെച്ചു. ഞാനിവിടെ മലപ്പുറത്തുള്ളവർക്കറിയാം, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. കേരളത്തിലെ കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്, ഗ്രൂപ്പിനകത്ത് ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളെൻ്റെ ഒരു ഇതൊന്ന് പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് പോലും ഏറ്റവും ശക്തമായ ഗ്രൂപ്പ് രാഷ്ട്രീയം നടത്തുമ്പോൾ പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും നേതാക്കൾക്കെതിരെ, പാർട്ടിക്കെതിരെ ഒരു വരി പോലും വന്നത് നിങ്ങളുടെ ഒന്ന് ലൈബ്രറിയിൽ കാണാൻ കഴിയില്ല. മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയമൊക്കെ നിങ്ങൾ പലർക്കും അറിയാമല്ലോ. ശ്രീ ആര്യാടൻ മുഹമ്മദ് ഈ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ്, കേരളത്തിലെ നേതാവായിരുന്നു. അദ്ദേഹത്തോട് വ്യത്യസ്തമായി ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്ന് വരെ അദ്ദേഹം മരിക്കുന്നവരെ ഒരു വാക്ക് പോലും ഞാൻ അദ്ദേഹത്തിനെതിരായിട്ടോ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ഗ്രൂപ്പിനെതിരായിട്ടോ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ ഒരു രീതി എന്ന് പറയുന്നതല്ല, രാഷ്ട്രീയമായ കാര്യങ്ങൾ, പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യുക എന്നതിനപ്പുറത്ത് ഒരിക്കലും അത് പത്രങ്ങളോട് പറയുകയോ ജനങ്ങളോട് പറയുകയോ അതുവഴി പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സമീപനം ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾ ആർക്കും പറയാൻ കഴിയില്ല കഴിഞ്ഞാൽ നിങ്ങളിത് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ അന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തി എന്നൊന്നും നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലമുള്ള തന്നെ ഒരു ഗവൺമെൻറ് വരുന്നതിനെതിരെ ഞാൻ നിൽക്കുന്നു എന്ന് മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിച്ചത് നമ്മൾ അതൊക്കെ പ്രവർത്തകർക്കിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ അതൊക്കെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. നിങ്ങൾ പ്രസിദ്ധീകരിക്കണം. അല്ലെങ്കിൽ പുറത്തുനിന്ന് ചില വിവരങ്ങൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഒരു സർവേ അവതരിപ്പിക്കാൻ ശ്രമിച്ചു, അതിനെ AP അനിൽകുമാർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ സർവേ അവതരണം ഉണ്ടായിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഞാൻ ആൻസർ പറയുമ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലുണ്ടായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും അത് പറയാൻ ഒരാൾക്കും അതില്ല. അങ്ങനെ പറയുന്നതല്ല അതിന് ശരി, അത് അവിടെ ചർച്ച ചെയ്യാനുള്ളതാണ്. പിന്നെ സർവേ ആർക്ക് വേണമെങ്കിൽ സർവേ നടത്താം. പ്രതിപക്ഷ നേതാവിന് സർവേ നടത്തുന്ന എന്താ ബുദ്ധിമുട്ട്? AICC ആണ് ഔദ്യോഗികമായിട്ട് പലപ്പോഴും സർവേ നടത്താറുള്ളത്. AICCക്ക് അതിന് ഏജൻസി ഉണ്ട്, അവർ സർവേ നടത്തും. ആ റിസൾട്ട്
പരിശോധിക്കും. അത് KPCC അതുപോലെ തന്നെ അത് പരിശോധിച്ച് അതിന് തീരുമാനങ്ങളെടുക്കും. പക്ഷെ ആർക്ക് വേണമെങ്കിലും സർവേ നടത്താം. അതിനകത്തൊക്കെ എന്താ വിവാദമുള്ളത്? രാഷ്ട്രീയകാര്യ സമിതി ചർച്ച നടന്നു എന്നേ മാധ്യമങ്ങൾ വന്നിട്ടുള്ളൂ. അത് MLA സമ്മതിക്കുന്നുണ്ട്. ചർച്ച നടന്നു എന്നല്ല വന്നത്. ചർച്ച നടന്നു എന്ന് മാത്രമല്ല, അതിനകത്ത് ഓരോരുത്തരും ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ 2-3 മിനിറ്റ് നേരം ഇന്നത് പറഞ്ഞു എന്ന് പറയണം. പറഞ്ഞ ഞാനിത് കേട്ടോണ്ടിരിക്കുക. എന്താ ഇത് പറഞ്ഞ എനിക്കറിയാലോ എന്താ പറഞ്ഞത്. അല്ലെങ്കിൽ ചർച്ച പങ്കെടുത്തവർക്കൊക്കെ അവരെന്ത് പറഞ്ഞു. അവര് പറയാത്ത കാര്യങ്ങൾ പോലും ചർച്ചകളിൽ പറയാ. വൈകുന്നേരത്തെ ചർച്ചകളിൽ രാഷ്ട്രീയ നിരീക്ഷകർ വന്ന് അതിനെക്കുറിച്ച് വളരെ അത് പൊതുവെ ചർച്ച ചെയ്യാനുള്ള വേദിയാണ്. ആ ചർച്ചയിൽ ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കാണും. വിമർശനം പിന്നെ എങ്ങനെയാണ് ആ വാർത്ത അതേ സമയത്ത് തന്നെ പുറത്തു വന്നത്? അപ്പോൾ അതിന് പിന്നിലൊരു ഈ രാഷ്ട്രീയകാര്യ സമിതിയിൽപ്പെട്ട ആളുകൾ തന്നെ ആവില്ലേ? അല്ല, എനിക്ക് അതിനെക്കുറിച്ച് പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ ഈ മാധ്യമങ്ങൾ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഷിബു ബേബിജോൺ ഇതിനെതിരെ വലിയ വിമർശനമായി രംഗത്ത് വന്നില്ലേ? UDFിൻ്റെ ഘടകകക്ഷിയായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവ് കൂടി ഇത്തരത്തിൽ വിമർശനമായി വരുന്നു. അപ്പോൾ അത് ഒരു മാധ്യമങ്ങളുടെ മാത്രം ഭാവന സൃഷ്ടി അല്ലല്ലോ. അത് സ്വാഭാവികമാണ്. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്ന റോള് വളരെ വലുതല്ല. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ശരിയുണ്ട് എത്ര തെറ്റുണ്ട് എന്നല്ലല്ലോ ആളുകൾ ചിന്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വലിയ തരത്തിലുള്ള ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ആശങ്ക ഉണ്ടാവും. UDF ഒറ്റക്കെട്ടായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്തകളൊക്കെ വരുമ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ട്. പ്രകടിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? മാധ്യമങ്ങൾ വിശ്വസിച്ച് മാത്രം പ്രതികരിക്കുന്ന നേതാക്കളല്ലല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും ആദ്യം കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും. മാധ്യമങ്ങൾ ആധികാരികമായിട്ടല്ലേ പറയുന്നു. നിങ്ങൾ കഴിഞ്ഞ 4-5 ദിവസത്തെ വാർത്തകളൊന്ന് പരിശോധിച്ചു. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ അകൽച്ച പറഞ്ഞ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ ഒരുമിച്ച് പത്രങ്ങളെ കാണുകയും പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും പാർട്ടി ഒറ്റക്കെട്ടായി പോവുകയും ചെയ്യുന്ന സന്ദേശമല്ലേ നൽകിയത്? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഒരു അടുത്ത ആളായിട്ടാണ് താങ്കൾ അറിയപ്പെടുന്നത്. ഈ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയിൽ ഇതിൽ KC വേണുഗോപാൽ താങ്കളെ ചുമതലപ്പെടുത്തിയതാണ്. KC വേണുഗോപാൽ ഏതെങ്കിലും തരത്തിൽ റോളുണ്ടോ ഈ താങ്കളുടെ ആരോപണം? AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിനകത്ത് 5-6 നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ എന്നെ ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചരണമൊക്കെ ബോധപൂർവമായ പ്രചരണമാണ്. ഒരു രീതിയിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. ഒരു കാര്യങ്ങളും പറയാറില്ല. പാർട്ടിക്ക് ആവശ്യമായ പിന്തുണ നൽകുക എന്നുള്ള ഒരു റോള് മാത്രമാണ് ഒരു ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുള്ളത്. അത് എല്ലാം ഒരുമിച്ച് പോകാനുള്ള എല്ലാ അന്തരീക്ഷം ഒരുക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാന റോൾ എടുക്കുന്ന ആളാണ് ശ്രീ KC വേണുഗോപാൽ. അത്തരം പ്രചരണങ്ങളൊക്കെ തീർത്തും തെറ്റായ പ്രചരണമാണ്. നേതാക്കൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, തീ ഉണ്ടാവാതെ പുക ഉണ്ടാവാറില്ല. ഇത്രയും